നമ്മളിപ്പോൾ ഫോർത്ത് മൊഡ്യൂളിനകത്ത് പഠിച്ചത് ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടായിരുന്നു. നമ്മുടെ അടുത്ത മൊഡ്യൂളാണ് അഞ്ചാമത്തത്. അവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡേറ്റാ മൈനിങ്ങിനകത്തെ തന്നെ ക്ലസ്റ്റർ അനാലിസിസും അതുപോലെ ഔട്ട്ലെയർ അനാലിസിസുമാണ്. ഇത് രണ്ടുമാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ക്ലസ്റ്റർ അനാലിസിസ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യം പഠിച്ചായിരുന്നു. എന്തായിരുന്നു? നമ്മൾ ഒരു ഡേറ്റാബേസിൽ നിന്നും അതിന്റെ ഒരു പാർട്ടിനെ ട്രെയിനിങ് സെറ്റ് ആയിട്ട് എടുത്ത് ആ ട്രെയിനിങ് സെറ്റിനകത്തുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ക്ലാസ് ലേബലുകൾ അറിയാവുന്ന കുറച്ച് ഡേറ്റ ആയിരിക്കും. അപ്പോൾ ക്ലാസ് ലേബിൾ അറിയാവുന്ന ഡേറ്റ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് അറിയത്തില്ലാത്ത ഡേറ്റയുടെ ക്ലാസ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമ്മൾ ഡേറ്റാബേസിനകത്ത് നമ്മളൊരു പാർട്ട് എടുക്കുന്നു. ആ എടുക്കുന്ന ട്രെയിനിങ് സെറ്റിലെ ഡേറ്റയ്ക്കകത്തെ ക്ലാസ്സുകൾ ഒന്നും തന്നെ അറിയത്തില്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയതായിട്ട് വരുന്ന ഡേറ്റയുടെയും ക്ലാസ് കണ്ടുപിടിക്കണം, ഓൾറെഡി ഉള്ള ഡേറ്റയുടെയും ക്ലാസ് കണ്ടുപിടിക്കണം. അങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലസ്റ്ററിങ് അല്ലെങ്കിൽ ക്ലസ്റ്റർ അനാലിസിസ് പെർഫോം ചെയ്യുന്നത്. അതായത് നമ്മുടെ കൈവശമുള്ള ഡേറ്റയ്ക്ക് ഓൾറെഡി എന്തറിയത്തില്ല, ക്ലാസ് ലേബൽസ് ഒന്നും ഇല്ലാത്ത ഡേറ്റയുടെ ക്ലാസ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ക്ലസ്റ്ററിങ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ള കാര്യം. ക്ലസ്റ്ററിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് എ സെറ്റ് ഓഫ് ഡേറ്റ ഒബ്ജക്ട്സ് into multiple groups or clusters so that objects within a cluster have high similarity but are very dissimilar to objects in other clusters. ഇതാണ് ഡെഫിനിഷൻ പഠിക്കേണ്ടതാണ്. അതായത് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൈവശമുള്ള ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റനെ നമ്മൾ പല പല ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ പല പല സബ്സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ സബ്സെറ്റുകൾക്കകത്ത് വരുന്ന ഡേറ്റകൾക്ക് തമ്മിൽ പരസ്പരം സിമിലാരിറ്റി കൂടുതലുമായിരിക്കണം. ഇനി നമ്മൾ രണ്ട് ഗ്രൂപ്പിലുള്ള ഡേറ്റകൾ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ഡേറ്റകൾ തമ്മിൽ സിമിലാരിറ്റി കുറവുമായിരിക്കണം അല്ലെങ്കിൽ ഡിസിമിലാരിറ്റി കൂടുതലായിരിക്കണം. അങ്ങനെയാണ് ക്ലസ്റ്ററിങ്ങിനകത്ത് പറയുന്നത്. ഇനി അതിനകത്ത് വരുന്ന 4 സബ് ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാർട്ടീഷനിങ് മെത്തേഡ്സ്, ഹൈറാർക്കിക്കൽ മെത്തേഡ്സ്, ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ്സ്, ഗ്രിഡ് ബേസ്ഡ് മെത്തേഡ്സ്. ആദ്യം നമുക്ക് ക്ലസ്റ്ററിങ്ങിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാം, എന്നിട്ട് ഓരോ സബ് മെത്തേഡ്സിലോട്ട് പോകാം. നമ്മുടെ അടുത്ത ഹെഡിങ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ അനാലിസിസ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ക്ലസ്റ്റർ അനാലിസിസ്, പിന്നെ അടുത്ത രണ്ടാമത്തെ സബ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിക്വയർമെന്റ്സ് ഫോർ ക്ലസ്റ്ററിങ്, മൂന്നാമത്തെ സബ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബേസിക് ക്ലസ്റ്ററിങ് ടെക്നിക്സ്. അങ്ങനെ 3 സബ് ടോപ്പിക്കുകളാണ് ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് ആദ്യത്തെ സബ് ടോപ്പിക് ആണ് വാട്ട് ഈസ് ക്ലസ്റ്റർ അനാലിസിസ്. നമ്മൾ മുമ്പേ പറഞ്ഞ അതേ ഡെഫിനിഷൻസ് തന്നെ. എന്താണ്? Cluster analysis or simply clustering is the process of partitioning a set of data objects into subsets. Each subset is a cluster such that objects in a cluster are similar to one another yet dissimilar to objects in other clusters. The set of clusters resulting from a cluster analysis can be referred to as clustering. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കൈവശമുള്ള ഗ്രൂപ്പ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഒരു ഡേറ്റാ സെറ്റിനെ, നമ്മുടെ കൈവശമുള്ള ഡേറ്റാ സെറ്റ് ഡേറ്റാബേസ് ആണെന്ന് വിചാരിക്കുക. ആ ഡേറ്റാബേസിനെ നമ്മൾ കുറേയധികം പാർട്ടീഷൻ ചെയ്യുന്നു, കുറേയധികം സബ്സെറ്റുകളായിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. ഇനി നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന ഓരോ സബ്സെറ്റിനും പറയുന്ന പേരാണ് ഒരു ക്ലസ്റ്റർ. ഓരോ സബ്സെറ്റുമാണ് ഒരു ക്ലസ്റ്റർ. ഇനി ഒരു ക്ലസ്റ്ററിനകത്ത് വരുന്ന ഡേറ്റയുടെ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഹൈ ആയിരിക്കണം. ഒരു ക്ലസ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്ന ഒരുപാട് ഡേറ്റകൾ ഉണ്ടായിരിക്കുമല്ലോ, ആ ഡേറ്റകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിരിക്കണം. ഇനി നമ്മൾ 2 ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിലുള്ള ഡേറ്റയ്ക്ക് മറ്റൊരു ഗ്രൂപ്പിലുള്ള ഡേറ്റയുമായിട്ട് ഡിസിമിലാരിറ്റി ആയിരിക്കണം കൂടുതൽ, അല്ലെങ്കിൽ അവയ്ക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മുടെ കൈവശമുള്ള ഡേറ്റാനെ നമ്മൾ ക്ലസ്റ്റേഴ്സ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്ലസ്റ്ററിങ്. അതായത് ക്ലസ്റ്റർ അനാലിസിസിന് തന്നെ പറയുന്ന പേരാണ് ക്ലസ്റ്ററിങ്. ഇനി അടുത്ത പാരഗ്രാഫിനകത്ത് തന്നിരിക്കുന്നത് ക്ലസ്റ്ററിങ്ങിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ബിസിനസ് ഇന്റലിജൻസില്, ഇമേജ് പാറ്റേൺ റെക്കഗ്നൈസേഷൻ, വെബ് സെർച്ച്, ബയോളജി ആൻഡ് സെക്യൂരിറ്റി. അപ്പൊ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബിസിനസ് ഇന്റലിജൻസിനകത്താണെങ്കിൽ കസ്റ്റമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനാണ്. ഇമേജ് പാറ്റേൺ റെക്കഗ്നൈസേഷനകത്താണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹാൻഡ് റിട്ടൺ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോന്നിനും ഓരോരോ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കുക.
ഇനി അടുത്ത പേജിനകത്ത് ബാക്കി ടോപ്പിക് തന്നിരിക്കുന്നത് നോക്കിക്കേ. ക്ലസ്റ്റർ അനാലിസിസ് അല്ലെങ്കിൽ ക്ലസ്റ്ററിങ്ങിനെ ഓട്ടോമാറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. ഓട്ടോമാറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ 4ാമത്തെ മൊഡ്യൂളിനകത്ത് പഠിച്ച ക്ലാസിഫിക്കേഷൻ. ഓട്ടോമാറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ക്ലസ്റ്ററിങ് യൂസ് ചെയ്ത് എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ക്ലാസ് അറിയത്തില്ലാത്ത ഡേറ്റയുടെ ക്ലാസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുന്ന ഓരോ ക്ലസ്റ്ററിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈവശമുള്ള വലിയ ഡേറ്റയെ നമ്മൾ ഓരോരോ ചെറിയ ക്ലാസ്സുകളിലായിട്ട് പാർട്ടീഷൻ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ഓട്ടോമാറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇനി ക്ലസ്റ്ററിങ്ങിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഡേറ്റ സെഗ്മെന്റേഷൻ. ഇത് വരാൻ കാരണം എന്താണ്? നമ്മുടെ കൈവശമുള്ള വലിയ ഡേറ്റ സെറ്റിനെ നമ്മൾ പാർട്ടീഷൻസ് ആയിട്ട് പല n പാർട്ടീഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ പാർട്ടീഷനും നമുക്ക് ഓരോ സെഗ്മെന്റ് എന്ന് പറയാം. അതുകൊണ്ടാണ് ക്ലസ്റ്ററിങ്ങിനെ ഡേറ്റ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ 2ാമത്തെ സബ് ടോപ്പിക് ആയ റിക്വയർമെന്റ്സ് ഫോർ ക്ലസ്റ്റർ അനാലിസിസ്. ക്ലസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. മെയിൻ ആയിട്ടും 9 പോയിന്റ്സ് ആണ് ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. അതിനകത്തെ 1ാമത്തെ റിക്വയർമെന്റ് ആണ് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. 1ാമത്തെ റിക്വയർമെന്റ് സ്കെയിലബിലിറ്റി. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല്, സാധാരണയായിട്ട് ക്ലസ്റ്ററിംഗ് അൽഗോരിതം എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് സ്മോൾ എമൗണ്ട് ഓഫ് ഡേറ്റ സെറ്റിനകത്താണ്. അല്ലെങ്കിൽ ഒരു ഡേറ്റ സെറ്റിനകത്ത് കുറച്ച് ഡേറ്റകളെ വരുന്നുള്ളെങ്കിൽ ആ ഡേറ്റകളുടെ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ക്ലസ്റ്ററിങ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ കൈവശമുള്ള ഡേറ്റ സെറ്റ് എന്ന് പറഞ്ഞാല് ചെറിയതാകണമെന്നില്ല. ഒരുപാട് ഡേറ്റയുള്ള ഡേറ്റ സെറ്റുകൾ വരാം. നമ്മുടെ ഡേറ്റാബേസിനകത്ത് ഒരുപാട് ഡേറ്റകൾ വരാം. അപ്പൊ അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ സെറ്റ് വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ മാത്രം എബിലിറ്റി ആർക്കുണ്ടാകണം? നമ്മുടെ ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന് ഉണ്ടാകണം. അതാണ് ഇവിടുത്തെ 1ാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഹൈലി സ്കെയിലബിൾ ക്ലസ്റ്ററിംഗ് അൽഗോരിതംസ് ആർ നീഡഡ്. അതായത് ലാർജ് ഡേറ്റ സെറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ മാത്രമുള്ള എബിലിറ്റി ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന് ഉണ്ടാകണം. ഇനി അടുത്ത 2ാമത്തെ പോയിന്റ് ആണ് എബിലിറ്റി ടു ഡീൽ വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അതായത് ഒരു ഡേറ്റാബേസിനകത്ത് ഒരുപാട് ടൈപ്സിലുള്ള ഡേറ്റ കാണാം, ഒരുപാട് ആട്രിബ്യൂട്ട്സുകൾ കാണാം. സാധാരണയായിട്ട് ക്ലസ്റ്ററിംഗ് അൽഗോരിതം എഫക്റ്റീവ് ആകുന്നത് ന്യൂമറിക് ഡേറ്റയിലാണ്. ക്ലസ്റ്ററിംഗ് അൽഗോരിതം എഫക്റ്റീവ് ആകുന്നത്. പക്ഷെ സാധാരണയായിട്ട് ഡേറ്റാബേസിനകത്ത് എങ്ങനെയുള്ള ഡേറ്റകളൊക്കെ കാണാം? ബൈനറി കാണാം, നോമിനൽ കാണാം, ഓർഡിനൽ കാണാം, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം മിക്സ്ചേഴ്സ് ഉള്ള ഡേറ്റ ടൈപ്സുകൾ കാണാം. അപ്പൊ ഡേറ്റ ടൈപ്പിന്റെ ടൈപ്പ് മാറി വരുന്നതനുസരിച്ച് ക്ലസ്റ്ററിംഗ് അൽഗോരിതം അതിനനുസരിച്ച് എഫിഷ്യന്റ് ആകണമെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഡേറ്റയുടെ ടൈപ്പ് മാറുന്നതനുസരിച്ച് ക്ലസ്റ്ററിംഗ് അൽഗോരിതം കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. അല്ലെങ്കിൽ അതിനെ കൂടെ കണ്ടുപിടിക്കാനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ടാകണം? ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന് ഉണ്ടാകണം. ഇനി അടുത്തതാണ് 3ാമത്തെ പോയിന്റ്, ഡിസ്കവറി ഓഫ് ക്ലസ്റ്റേഴ്സ് വിത്ത് ആർബിറ്ററി ഷേപ്പ്. സാധാരണയായിട്ട് ക്ലസ്റ്ററിംഗ് അൽഗോരിതം യൂസ് ചെയ്ത് നമ്മൾ ക്ലസ്റ്റേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ സ്പിരിക്കൽ ഷേപ്പിലുള്ള ക്ലസ്റ്റേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ പ്രാവശ്യവും കണ്ടുപിടിക്കുന്നത് സ്പിരിക്കൽ ഷേപ്പിലുള്ള ക്ലസ്റ്റർ ആകണമെന്നില്ല. അത് ഡേറ്റയുടെ ഒരു രീതി അനുസരിച്ച് മാറാം. അപ്പൊ ആർബിറ്ററി ഷേപ്പുള്ള ക്ലസ്റ്റേഴ്സ് ഉണ്ടാകാം, മറ്റേതെങ്കിലുമൊക്കെ ഷേപ്പിലുള്ള ക്ലസ്റ്റേഴ്സ് ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ അതിനും ക്ലസ്റ്ററിംഗ് അൽഗോരിതം എഫിഷ്യന്റ് ആയിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഡെവലപ്പ് അൽഗോരിതംസ് ദാറ്റ് ക്യാൻ ഡിറ്റക്ട് ക്ലസ്റ്റേഴ്സ് ഓഫ് ആർബിറ്ററി ഷേപ്പ്. എന്ത് ഷേപ്പിലുള്ള ക്ലസ്റ്ററിംഗ് ആണെങ്കിലും അവിടെ നിന്ന് ഡേറ്റനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരിക്കണം. ഇനി അടുത്തതാണ് 4ാമത്തെ പോയിന്റ്, റിക്വയർമെന്റ്സ് ഫോർ ഡൊമൈൻ നോളജ് ടു ഡിറ്റർമൈൻ ഇൻപുട്ട് പാരാമീറ്റേഴ്സ്. Many clustering algorithms require users to provide domain knowledge in the form of input parameters such as the desired number of clusters. അതായത് സാധാരണയായിട്ടും ഒരു ഡേറ്റ സെറ്റ് എടുത്താൽ ആ ഡേറ്റ സെറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡൊമൈൻ നോളജ്, അതായത് ആ ഡേറ്റ സെറ്റിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സുകളുടെ കാര്യങ്ങൾ, അതുപോലെ ആ ഡേറ്റ സെറ്റ് യൂസ് ചെയ്തിട്ട് എത്ര ക്ലസ്റ്റേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? യൂസർ ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ ചില സമയത്ത് ഒരു ഡേറ്റ സെറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും യൂസറിന് അറിയണമെന്നില്ല. അങ്ങനെ വരുമ്പം യൂസർ ഇപ്പം ആ ഡേറ്റനെ ചിലപ്പോൾ ഒറിജിനൽ ആയിട്ട് ഒരു 10 ക്ലസ്റ്റേഴ്സ് ആയിട്ടായിരിക്കണം ക്ലാസിഫൈ ചെയ്യേണ്ടത്. അപ്പൊ യൂസറിന് ആ ഡേറ്റനെ പറ്റി ഒരുപാട് ഇൻഫർമേഷൻ അറിയത്തില്ലാത്തത് കൊണ്ട് യൂസർ എന്ത് കൊടുക്കും? ഒരു 5 ക്ലസ്റ്റർ മതിയെന്ന് കൊടുത്താല് ആ ക്ലസ്റ്ററിങ് അവിടെ എഫക്റ്റീവ് ആകുമോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ, അതായത്
നമ്മൾ എടുക്കുന്ന ഡേറ്റാ സെറ്റിനെ പറ്റിയുള്ള ഡൊമൈൻ നോളജ് കുറവായിട്ട് വരുന്ന കേസിൽ ആ ഡൊമൈൻ നോളജ് കണ്ടുപിടിക്കാനും കൂടെ വേണ്ടിയുള്ള എഫിഷ്യൻസി അല്ലെങ്കിൽ എബിലിറ്റി ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത പോയിന്റ് ആണ്, അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് ആയിട്ടുള്ള എബിലിറ്റി ടു ഡീൽ വിത്ത് നോയ്സി ഡേറ്റ. ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, നമ്മുടെ റിയൽ വേൾഡിലുള്ള ഡേറ്റ എടുത്താൽ ആ ഡേറ്റ നമ്മൾ ഡേറ്റാബേസിലോട്ട് ആക്കുമ്പോൾ സാധാരണയായിട്ട് അതിനകത്ത് എററുകൾ അല്ലെങ്കിൽ മിസ്സിംഗ് വാല്യൂസോ നോയ്സി ഡേറ്റ ഒക്കെ ഉണ്ടാകാം. അപ്പൊ നമ്മൾ ഈ നോയ്സി ഡേറ്റ വെച്ച് സാധാരണ ക്ലസ്റ്ററിംഗ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ ക്ലസ്റ്ററിങ്ങിനകത്ത് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സിനകത്ത് എററുകൾ ഉണ്ടാകാം. അപ്പൊ നമ്മുടെ അൽഗോരിതത്തിന് എന്തുണ്ടാകണം, എററുകൾ ഇല്ലാതെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള എബിലിറ്റി നമ്മുടെ ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന് ഉണ്ടാകണം. ഇനി അതുപോലെ അടുത്ത ആറാമത്തെ പോയിന്റ് ആണ് ഇൻക്രിമെന്റൽ ക്ലസ്റ്ററിംഗ് ആൻഡ് ഇൻസെൻസിറ്റിവിറ്റി ടു ഇൻപുട്ട് ഓർഡർ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ in many applications incremental updates may arrive at any time. Some clustering algorithms cannot incorporate incremental updates into existing clustering structures and instead have to recompute a new clustering from scratch. അതായത് നമ്മളൊരു ഡേറ്റാ സെറ്റ് എടുത്തു, അതിനെ നമ്മൾ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ആ ഡേറ്റാ സെറ്റിലോട്ട് പുതിയൊരു ഡേറ്റ വരുവാന്നിരിക്കട്ടെ. അപ്പൊ ആ പുതിയ ഡേറ്റയെ നമ്മൾ ക്ലസ്റ്ററിംഗ് യൂസ് ചെയ്ത് ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്ററിലോട്ട് ആക്കണ്ടേ. അപ്പൊ അതിനുള്ള എഫിഷ്യൻസി ആർക്കില്ല, ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന് ഇല്ല. അപ്പൊ ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന് എന്തും കൂടെ ഉണ്ടാകണം, ഓരോ പ്രാവശ്യം പുതിയ ഡേറ്റ വരുമ്പോഴും അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോഴും ആ പുതിയതായിട്ട് വരുന്ന ഡേറ്റാനെയും ഓരോരോ ക്ലസ്റ്ററിലേക്ക് തരംതിരിക്കാനുള്ള കഴിവ് ആർക്കുണ്ടാകണം, ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന് ഉണ്ടാകണം. ഇനി അടുത്ത ഒരു പോയിന്റ്, ഏഴാമത്തെ പോയിന്റ് ആയിട്ടുള്ള capability ഓഫ് ക്ലസ്റ്ററിംഗ് ഹൈ ഡയമെൻഷനാലിറ്റി ഡേറ്റ. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ വന്നാലും ഹാൻഡിൽ ചെയ്യണം, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് വന്നാലും ഹാൻഡിൽ ചെയ്യണം. ഇനി ഇവിടെ പറയുന്നത് ആട്രിബ്യൂട്ടിന്റെ ബേസിലാണ്. ഒരു ഡേറ്റാബേസിനകത്ത് ഒരു ഡേറ്റയ്ക്ക് ഒരുപാട് ആട്രിബ്യൂട്ട്സ് വരാം. സാധാരണയായിട്ട് ക്ലസ്റ്ററിംഗ് അൽഗോരിതം എഫിഷ്യന്റ് ആയിട്ടുള്ളത് ആട്രിബ്യൂട്ട്സിന്റെ എണ്ണം കുറവുള്ള ഡേറ്റകൾക്കാണ്. 2-3 ആട്രിബ്യൂട്ട്സ് ഒക്കെ വരുന്നുള്ളെങ്കിൽ അതിനാണ് ക്ലസ്റ്ററിംഗ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇപ്പൊ ഒരു ഡേറ്റാബേസ് നമ്മൾ എടുത്താൽ അതിനകത്ത് ഒരു ഡേറ്റയ്ക്ക് ചിലപ്പം 10-15 ആട്രിബ്യൂട്ട്സ് വരാം. അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഡേറ്റ വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആർക്ക് പറ്റണം, ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന് പറ്റണം. അതായത് ഹൈ ഡയമെൻഷണൽ ഡേറ്റ വന്നാൽ അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന് എബിലിറ്റി ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് എട്ടാമത്തെ പോയിന്റ് ആണ് കൺസ്ട്രെയിൻഡ് ബേസ്ഡ് ക്ലസ്റ്ററിംഗ്. Real world applications may need to perform clustering under various kinds of constraints. അതായത് ഡേറ്റാ മൈനിങ് എപ്പോഴും പെർഫോം ചെയ്യുന്നത് ആരുടെ ഇഷ്ടത്തിനാണ്, യൂസർ കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻ എന്താണോ അതിനനുസരിച്ച് വേണം മൈനിങ് നടക്കാനായിട്ട്. ഇപ്പൊ യൂസർ അവിടെ സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യം യൂസറിന്റെ നീഡ് എന്താണോ അതിനനുസരിച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു വെർസറ്റിലിറ്റി ആർക്കുണ്ടാകണം, ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന് ഉണ്ടാകണം. ഇനി അടുത്ത 9ാമത്തെ പോയിന്റ് ആണ് interpretability and usability. Users want clustering results to be interpretable, comprehensible and usable. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഓരോ യൂസറിന്റെയും നീഡ് എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഈ ക്ലസ്റ്ററിംഗ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ അവർ പല പല കാര്യങ്ങൾക്ക് പല പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആയിരിക്കില്ല വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലസ്റ്റർ ചെയ്ത് കിട്ടിയിരിക്കുന്ന റിസൾട്ടിനെ യൂസറിന്റെ നീഡിനനുസരിച്ച് പല ഫോമിലേക്ക് ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ക്ലസ്റ്ററിംഗിന്റെ റിസൾട്ടിനെ യൂസറിന്റെ നീഡ് അനുസരിച്ച് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റണം. അതാണ് ഇവിടെ പറയുന്ന കാര്യം. ഇത്രയാണ് ക്ലസ്റ്ററിംഗിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്.